അവൻ ആരായിരുന്നാലും ത്രിവിക്രമനെ കൊന്നവനെ ഞാൻ വെറുതെ വിടില്ല. ഉറപ്പായിട്ട് അവനെ തീർത്തിരിക്കും. ശിവാനി, ശിവാനി, എഴുന്നേൽക്ക്. നേരം വെളുത്തു. ഗുഡ് മോർണിംഗ്. തൃശൂൽ, ഇതെന്താ ഇത്ര നേരത്തെ റെഡി ആയിട്ട് വന്നിരിക്കുന്ന? എന്താ പെട്ടെന്നോ? സമയം എത്രയാന്ന് വിചാരിച്ച്? ഇതേ കണ്ടില്ലേ, 8 മണിയായി. അയ്യോ, ഇത്രയും നേരമായത് ഞാൻ അറിഞ്ഞതേ ഇല്ലല്ലോ. നിനക്ക് എന്നെ ഒന്ന് വിളിച്ചൂടായിരുന്നോ? ഞാൻ നിന്നെ മനഃപൂർവ്വം വിളിക്കാതിരുന്നത്. നല്ല ഉറക്കം കിട്ടിക്കഴിഞ്ഞാൽ നിന്റെ മൂഡ് നന്നായിരിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു പക്ഷെ വലിയ കുഴപ്പമില്ലായിരിക്കും, അല്ലെങ്കിൽ ഭയങ്കര ശോകായിരിക്കും. തൃശൂൽ, ഞാനുള്ളത് പറഞ്ഞതല്ലേ ഉള്ളൂ. നിനക്കെപ്പോഴും ഇങ്ങനത്തെ വർത്താനല്ലേ അറിയൂ. ശിവാനി, ഒരു മിനിറ്റ്. എന്താ? തൃശൂൽ, കൺപീലി, ഇത് എന്തിനാണെന്ന് മനസ്സിലായോ? ഒരു കാര്യമുണ്ട്. നിന്റെ കൺപീലി ഇതുപോലെ വെച്ചിട്ട് മനസ്സിലുള്ളത് എന്താന്ന് വെച്ചാൽ അത് പ്രാർത്ഥിച്ചതിന് ശേഷം ഇത് ഊതിക്കളഞ്ഞാൽ നീ ആഗ്രഹിക്കുന്നത് എന്ത് തന്നെയായാലും അത് സാധിച്ചു കിട്ടും. സത്യമായിട്ടും? അതേന്നേ, നമ്മുടെ ഓൾഡ് പീപ്പിൾസ് ഒക്കെ പറഞ്ഞ സ്ഥിതിക്ക് എന്തായാലും 100% കാര്യമുണ്ടാവും. എന്താ ഇത് ശിവാനി, ഇതിലൊക്കെ ഇങ്ങനെ സംശയിക്കാൻ പാടുണ്ടോ? പ്രാർത്ഥിക്ക് ശിവാനി. നിന്റെ മനസ്സിൽ എന്താ ഉള്ളതെന്ന് വെച്ചാ അത് പ്രാർത്ഥിക്കും. എന്റെ മനസ്സ് നിന്നെ അല്ലാതെ വേറെ എന്തിനെ ആഗ്രഹിക്കാനാ? എത്രയും പെട്ടെന്ന് നീ എന്റേതായി തീർന്നാൽ മതി. ഒരു മിനിറ്റ്, എന്താ പ്രാർത്ഥിച്ച? മനസ്സിൽ ആഗ്രഹിച്ച കാര്യം വേറൊരാളോട് പറയാൻ പാടില്ല എന്ന് നിന്റെ പഴയ ആൾക്കാർ പറഞ്ഞിട്ടില്ലേ നിന്നോട്? ഓഹോ, സൂര്യനെ ടോർച്ചടിച്ച് കാണിക്കല്ലേ. ഇപ്പൊ എന്താ, ഞാനിത് ഊതണോ വേണ്ടയോ? ഊത്. ആഗ്രഹിച്ച് നടക്കണമല്ലോ. നിനക്ക് മരണത്തിനെ ഭയമാണല്ലേ? എന്ന് വെച്ചാൽ ഇത് വിനാശത്തിന്റെ സൂചനയാണ്. എത്രയും പെട്ടെന്ന് ഇതിൽ നിന്നും പുറത്തു വരിക തന്നെ വേണം. ഇല്ല എങ്കിൽ ഇനി വരാനിരിക്കുന്ന പ്രശ്നങ്ങളെല്ലാം തന്നെ നീ വിളിച്ചു വരുത്തുന്നതിന് തുല്യമാണ്. ഇല്ല ബാബ, ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ ശരിയാക്കാം. നന്ദീശൻ നിന്നെ കൊല്ലുമെന്ന ആശങ്കയല്ലേ മനസ്സ് നിറയെ? അതല്ലേ നിന്റെ പ്രശ്നം? നിന്റെ മരണം എങ്ങനെയായിരിക്കുമെന്ന് ഇപ്പോൾ കാണിച്ചു തരാം. ജയ് മഹാകാളി. കാണൂ നിന്റെ ജീവിതത്തിന്റെ അവസാന ദിനങ്ങൾ. ഞാൻ എന്തിനാ ഓടുന്നത്? എന്നെ ആരും ഓടിക്കാണല്ലോ ബാബ. നിന്റെ എല്ലാ ചോദ്യത്തിനുമുള്ള ഉത്തരം അവിടെയുണ്ട്. നോക്ക്. അതിശേഷി കണ്ടോ നീ നിന്റെ മരണം? ആദിശേഷന്റെ കൈകൊണ്ട് ഞാൻ മരിക്കുമെന്നോ? ഇല്ല,
നോ, നാഗമാണിക്യത്തിന്റെ ശക്തിയുണ്ട് എനിക്ക്. ചിരഞ്ജീവിയാണ് ഞാൻ. എന്താണ് ബാബ ഇതൊക്കെ? ഇങ്ങനെയാണ് നിന്റെ അന്ത്യം. ഞാനത് മാറ്റിക്കുറിക്കും. ആദിശേഷൻ എന്നെ കൊല്ലുന്നതിന് മുൻപേ തന്നെ ഞാൻ അവനെ അവസാനിപ്പിക്കും. അതത്ര എളുപ്പമല്ല ദിഗ്വിജയ. നമ്മൾ എല്ലാ യന്ത്രതന്ത്ര മന്ത്രങ്ങളും ചെയ്തു നോക്കിയിട്ടുണ്ട്. അതിലൊന്നും തന്നെ ഇച്ഛാധാരി നാഗങ്ങൾ പെട്ടിട്ടില്ല. അതെന്തുകൊണ്ടാണ്? രണ്ടുപേരും ഒന്നായതുകൊണ്ട്. ആദിശേഷനും അവന്റെ പ്രണയിനിയും. ഇപ്പോൾ അവർ രണ്ടാളും ഒരുമിച്ചാണ്. അവരിരുവരും ഒരുമിക്കും തോറും നിന്റെ മരണവും അടുത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അവരിരുവരുടെയും ഒത്തുചേരൽ നിന്റെ ജീവനെയാണ് ആപത്തിലാക്കുക. അവരിരുവരും ഒന്നായാൽ ഞാൻ മരിക്കുമെന്നോ? യാതൊരു കാരണവശാലും അവരൊരുമിക്കാൻ അനുവദിക്കരുത് ബാബ. എനിക്കൊരു സംശയം. നീ മാത്രം ഇങ്ങനെയാണോ അതോ എല്ലാ പെണ്ണുങ്ങളും ഇങ്ങനെയാണോ? എന്നുവെച്ചാ? അല്ല, നീ എപ്പോഴാ ചിരിക്കുക എപ്പോഴാ കരയാന്ന് ഒരു പിടിയില്ല. നിന്നെ പോലെ ഒരാളെ കൂടെ ഉണ്ടെങ്കിൽ അങ്ങനെയല്ലേ വരൂ. എന്നുവെച്ചാ നിന്നെ കരയിപ്പിക്കുന്നത് ഞാനാണെന്നാണോ? അയ്യോ ഇല്ലല്ല, നീ എന്നെ എപ്പോഴും ചിരിപ്പിച്ചോണ്ടിരിക്കല്ലേ. അങ്ങനെ വഴിക്ക് വാ മോളെ. ഞാനെങ്ങാനും കരയിപ്പിക്കുന്ന പറഞ്ഞിരുന്നെങ്കിലേ അപ്പൊ കാണിച്ചു തന്നെ നിനക്ക് ഞാൻ. തൃശൂൽ, നീ എപ്പോഴും എന്റെ കൂടെ ഇങ്ങനെ ഉണ്ടാവല്ലോ അല്ലേ? നീ ഇങ്ങനെ കാരണമില്ലാതെ കണ്ണിൽ വെള്ളം നിറച്ച് പഴയ ഹീറോയിനെ പോലെ ഡയലോഗ് അടിച്ചുകൊണ്ടിരുന്ന ഞാൻ കൂടെ ഉണ്ടാവേയില്ല. പിന്നെ എപ്പോഴും ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടെ ഇരുന്നാൽ മാത്രം ഉണ്ടാവും. സ്മൈൽ. ബൈ. എന്തുപറ്റി? ഇത്രയൊക്കെ പറഞ്ഞിട്ടും അതൊന്നും കാര്യമാക്കാതെ ഒന്ന് ചിരിക്കാതെ മുഖം ഇങ്ങനെ വീർപ്പിച്ച് വെച്ചാ കാണട്ടെ, ഒന്ന് ചിരിച്ചു കാണിച്ച്. ആഹാ, ആ നിർമ്മലമായ ചിരിയിൽ പൊഴിഞ്ഞു പോകുന്ന മുത്തൊക്കെ ഞാനൊന്ന് പെറുക്കി എടുത്തോട്ടെ. നോക്ക്, നീ ഇങ്ങനെ ചിരിക്കുന്നത് കാണാൻ എത്ര ഭംഗിയാ. ഒരു നല്ല പയ്യനെ നശിപ്പിക്കാൻ ഈ ഒരൊറ്റ ചിരി മാത്രം മതിയെന്നേ. സിംഗിൾ ബോളിൽ തന്നെ ഉറപ്പായിട്ടും LBW പിന്നെ 4, 6 എല്ലാം ആയിപ്പോ. എന്തെങ്കിലും ഉടനെ ചെയ്യണം ബാബ. ഇല്ലെങ്കിൽ 23 വർഷങ്ങളായി ഞാൻ സംരക്ഷിക്കുന്ന നാഗമാണിക്യം എന്റെ കൈവിട്ടു പോകും. അതിന്റെ ഫലങ്ങൾ അനുഭവിക്കാതെ എനിക്ക് ജീവൻ വെടിയേണ്ടി വരും. എനിക്കതിന് താല്പര്യമില്ല. എന്തെങ്കിലും ചെയ്യൂ ബാബ. എന്റെ എല്ലാ പ്രയത്നങ്ങളും കഴിഞ്ഞിരിക്കുന്നു. അങ്ങ് തന്നെ ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ ബാബ? അങ്ങേക്കിത് സാധിക്കും. എന്തെങ്കിലും പരിഹാരം കാണൂ. ഇതിനുള്ളത് ഒരേ ഒരു വഴി മാത്രമാണ്. സർപ്പയാഗം. സർപ്പയാഗോ എന്നുവെച്ചാൽ? പുരാണത്തിൽ ജനമേജയൻ സർപ്പങ്ങളെ നശിപ്പിക്കുവാനായി നടത്തിയ യാഗമാണിത്. എനിക്ക് മനസ്സിലാവുന്ന പോലെ ഒന്ന് പറയൂ. ജനമേജയന്റെ പിതാവ് പരീക്ഷിത മഹാരാജാവ് ശൃംഗിയുടെ ശാപത്തിനിടയായി തക്ഷക സർപ്പത്തിന്റെ ദംശത്തിനിരയായി മാറി. തക്ഷകന്റെ ആ പ്രവൃത്തിയിൽ മനംനൊന്ത് തന്റെ അച്ഛന്റെ മരണത്തിനിരയായവരോട് പ്രതികാരം ചെയ്യുവാൻ മുനിയത്തുങ്കന്റെ വാക്കുകേട്ട് ജനമേജയൻ സർപ്പയാഗം നടത്തുവാൻ തീരുമാനിച്ചു. ആ യാഗകുണ്ഡത്തിൽ എല്ലാ സർപ്പകുലവും വന്ന് വീഴുവാൻ തുടങ്ങി. അങ്ങനെ തക്ഷകുലവും വിനാശത്തിന്റെ ഗതിയിലെത്തി. സർപ്പയാഗം നടത്തിക്കഴിഞ്ഞാൽ ആദിശേഷം മരിക്കൂ? തീർച്ചയായും. ഞാൻ യാഗം നടത്താൻ തയ്യാറാണ് ബാബ. ഒന്നോർക്കുക, അതത്ര എളുപ്പമല്ല. ആദിശേഷന്റെ ഒപ്പം നീ അവന്റെ പ്രണയിനിയെയും കൊന്നേ മതിയാകൂ. കൂട്ടത്തിൽ വാസുകി വംശത്തിന്റെ വൈരാഗ്യവും മറക്കാൻ പാടില്ല. കാരണം മറ്റേത് സർപ്പത്തിൽ നിന്നും മരണമുണ്ടായേക്കാം. എങ്കിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത് ബാബ? നീ സുരക്ഷിതമായി തന്നെ ഇരിക്കണമെങ്കിൽ ആദിശേഷന്റെയും അവന്റെ പ്രണയിനിയുടെയും കൂടെ മൊത്തം ആൺസർപ്പകുലത്തെയും നശിപ്പിക്കേണ്ടതാണ്. എന്തിനാണ് വെറും ആൺസർപ്പങ്ങളെ മാത്രമാക്കുന്നത്? എല്ലാ സർപ്പങ്ങളെയും കൊന്നുകളയാമല്ലോ. വേണ്ട. ആൺസർപ്പങ്ങളെ കൊല്ലുകയാണെങ്കിൽ എല്ലാ സർപ്പകുലവും നാശമായി തീരും. കാരണം പെൺസർപ്പങ്ങൾക്ക് സന്താനമേ ഉണ്ടാവുകയില്ല. ആദിശേഷന്റെ ആ പ്രണയിനി എന്നെ കൊല്ലാൻ വരികയാണെങ്കിൽ? അവൾ നിന്റെ അരികിൽ വരുവാൻ വേണ്ടിയാണ് ഞാനിവിടെ ഈ യാഗം നടത്തുന്നത്. അവളെ നീ തന്നെ വേട്ടയാടേണ്ടതാണ്. ദിഗ്വിജയ, നിനക്ക് നിന്റെ ജീവൻ നിലനിർത്തണമെങ്കിൽ
മുഴുവൻ സർപ്പകുലത്തെയും നീ മുട്ടുകുത്തിക്കേണ്ടതാണ്. ശരി ബാബ, അങ്ങെന്ത് പറഞ്ഞാലും ഞാനത് ചെയ്യാം. യാഗത്തിനായി ഒരുപാട് കാര്യങ്ങൾ പാലിക്കേണ്ടതുണ്ട്. അതെത്ര തന്നെ കഷ്ടപ്പാടുള്ളതായാലും ശരി, അവസാനം ആദിശേഷനെ എനിക്ക് കൊന്നിരിക്കണം. നാളെ ബ്രഹ്മമുഹൂർത്തത്തിൽ എണീറ്റ് കുലദൈവങ്ങളെ മനസ്സിൽ ധ്യാനിച്ച് അവരെ വണങ്ങിക്കൊണ്ട് മഞ്ഞളും കുങ്കുമവും കൊണ്ട് ഇവിടേക്ക് വരേണ്ടതാണ്. പിന്നീട് എന്ത് വേണമെന്ന് ഞാൻ പറയുന്നതാണ്. ശരി ബാബ, ഞാനെല്ലാം തയ്യാറാക്കിയിട്ട് വരാം. ഇറങ്ങട്ടെ ബാബ. വിജയ് ഭവ. ജയ് മഹാകാളി. എന്താ ഇത്? അവസാന നിമിഷം വരെ എന്റെ കൂടെ തന്നെ ഉണ്ടാകുമെന്ന് എനിക്ക് വാക്കത. എന്നെ വിശ്വാസമില്ലേ നിനക്ക്? വിശ്വാസമില്ലായിരുന്നെങ്കിൽ നിന്നെ സ്നേഹിച്ച് മനസ്സിലാക്കി ഇത്രയും ദൂരം വരില്ലായിരുന്നല്ലോ. അത് മാത്രമല്ല, നിനക്ക് വേണ്ടി ഇത്രയും നാൾ കാത്തിരിക്കില്ലായിരുന്നല്ലോ. എന്നുവെച്ചാ? ഒന്നുമില്ല, സമയമാകുമ്പോ നിനക്ക് തന്നെ എല്ലാം മനസ്സിലായിക്കോളും. നീ ഒരുമാതിരി ഉണ്ടല്ലോ, പൈതകോറസ് തീറം പോലെയാ. എന്നുവെച്ചാ? അത് നിനക്കറിയില്ലേ? അത് മാത്തമാറ്റിക്സിലുള്ള ഒരു തിയറിയാ. എന്തിനാ അതുമായിട്ട് എന്നെ കമ്പയർ ചെയ്യുന്നേ? അല്ല, നിനക്കത് മനസ്സിലായിരുന്നു. അതായത് അത് പഠിക്കേണ്ട സമയത്ത് മര്യാദയ്ക്ക് മനസ്സിലായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. ഒഴിവാക്കാന്ന് വിചാരിച്ച ഒഴിവാക്കാനും പറ്റില്ല. നീയും അതുപോലെ തന്നെയാ. എന്നുവെച്ചാ നീ എന്നെ ഒഴിവാക്കുന്നാണോ പറഞ്ഞു വരുന്നേ? അല്ല, അത് നമ്മുടെ ജീവിതം. തൃശൂർ, എനിക്ക് വേറൊന്നും കേക്കണ്ട. എനിക്ക് വാക്കുതാ, ജീവിത അവസാനം വരെ എന്റെ കൂടെ തന്നെ ഉണ്ടാകുന്ന വാക്കുതാ. ഞാനത് പറഞ്ഞല്ലോ. എന്റെ വാക്കെന്ന് പറഞ്ഞ വേദവാക്യ. ഒരു തവണ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ഞാൻ പാലിച്ചിരിക്കും. ഒരു കാരണവശാലും മാറ്റില്ല. ഇല്ല, എനിക്ക് വാക്കുതാ. ഡൗട്ടാണോ? ശരി, ഉണ്ടായിരിക്കും. ഇത്രയുള്ളോ? വേറെന്താ വേണ്ടേ? ശിവാനി, ഞാൻ നിന്റെ കൂടെ ഉണ്ടാവുന്ന മാത്രമല്ല, നിനക്കൊരു ബുദ്ധിമുട്ടുണ്ടാവാതെ നോക്കും ഞാൻ. നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരണമെങ്കിൽ അത് എന്നെ കടന്നിട്ട് വേണം വരാൻ. അതെന്നെ കടന്നു പോകാൻ ഞാൻ സമ്മതിക്കില്ല ശിവാനി. നിന്നെ ഞാൻ പൊന്നു പോലെ തന്നെ നോക്കും. അല്ല ദിഗ്വിജയ, എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞ് എല്ലാരെയും വിളിച്ചിട്ട് കുറെ നേരം ആയല്ലോ നീ ഇങ്ങനെ ഒന്നും മിണ്ടാതെ വെറുതെ ഇരിക്കാൻ തുടങ്ങിയിട്ട്. നിങ്ങളോട് എല്ലാവരോടുമായിട്ട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. നിങ്ങളിൽ ചിലർക്ക് ദേഷ്യം വന്നേക്കാം, ചിലർക്കാണെങ്കിൽ പേടിയുണ്ടാവാം, മുന്നോട്ടെന്താവൂന്ന് ഓർത്ത് ടെൻഷനും ഉണ്ടാവാം. പക്ഷെ നിങ്ങളോടത് പറയാതെ വേറൊരു വഴിയുമില്ല. അത്ര വലിയ കാര്യം എന്താ വെച്ചാ? ത്രിവിക്രമന്റേത് സാധാരണ മരണമല്ല, അവനെ ആരോ കൊന്നതാണ്. ദിഗ്വിജയ, നീ എന്തൊക്കെയാ പറയുന്നത്? അല്ലളിയ, മരുമകനെ കൊന്നതാണെന്നോ? ആരാ കൊന്നത്? എന്തിനാ ചെയ്തത്? എന്താ ഈ പറയുന്ന? കൊന്നതാണെന്നോ? അവനോട് ആർക്ക് ഇത്ര ശത്രുതയുള്ളത്? പറയൂ ഡാഡ്, ആരാണിത് ചെയ്തത്? ത്രിവിക്രമനെ കൊന്നത് വേറെ ആരുമല്ല, ഓ ഇച്ഛാധാരി നാഗങ്ങളാ. ഇച്ഛാധാരി നാഗങ്ങളോ? അതെ അമ്മേ, ഇത്രയും വർഷങ്ങൾ നമ്മുടെ പുറകെ തന്നെ ഉണ്ടായിരുന്ന അതേ നാഗങ്ങൾ തന്നെയാണ് ത്രിവിക്രമനെ കൊന്നിരിക്കുന്നത്. അതുകൊണ്ടായിരുന്നു അവന്റെ ദേഹം നീല നിറമായത്. ഈ കാര്യം ആരാളിയാ പറഞ്ഞത്? ഭൈരവ ബാബ അതിന് പരിഹാരവും പറഞ്ഞു തന്നിട്ടുണ്ട്. എന്ത് പരിഹാരമാ? സർപ്പയാഗം. സർപ്പയാഗവോ? എന്താണ് നീ പറയുന്നത് ദിഗ്വിജയ? സർപ്പയാഗം നടത്തണമെന്നോ? സർപ്പങ്ങളെ നശിപ്പിക്കണമെന്നോ? അതെ അമ്മേ, അത് തന്നെയാണ് എന്റെ തീരുമാനം.
ദിഗ്വിജയ, നാഗങ്ങളെ ദൈവമായി സങ്കല്പിച്ച് പൂജ ചെയ്യുന്ന വംശമാണ് നമ്മുടേത്. അങ്ങനെയുള്ള നമ്മൾ തന്നെ ഈ യാഗം നടത്തണമെന്നാണോ നീ തീരുമാനിച്ചിരിക്കുന്നത്? ഈ തീരുമാനം തെറ്റാണ്. ഇതുകൊണ്ട് നാശം ഉണ്ടാവുന്നല്ലാതെ ഒരു പ്രയോജനവും ഉണ്ടാവില്ല. ഇത് തെറ്റാണ്, തെറ്റാണ്. ഗുരുക്കൾ പറഞ്ഞാൽ തെറ്റുമെന്ന് തോന്നുന്നില്ലമ്മേ. ഇത്രയും വർഷം നമുക്ക് ശല്യമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന അതേ സർപ്പങ്ങളെ കൊല്ലാതെ നമുക്ക് വേറെ വഴിയില്ല. അനന്തരഫലത്തെപ്പറ്റി നിങ്ങൾ ആരും ചിന്തിക്കേണ്ടതില്ല. ഇതോടെ സർപ്പങ്ങളുടെ സർവനാശമായിരിക്കും. സർപ്പങ്ങൾക്ക് നമ്മെ ഒന്നും ചെയ്യാനാവില്ല. അങ്ങനെയാണെങ്കിൽ എല്ലാ സർപ്പങ്ങളും ചാവുന്നാണോ? ഇല്ല. സർപ്പയാഗം നടത്തുന്നത് വെറും ആൺനാഗങ്ങളെ കൊല്ലാൻ വേണ്ടി മാത്രമാണ്. അപ്പ സർപ്പസന്തതികളെ ഉണ്ടാവില്ല. നമ്മുടെ പ്രശ്നങ്ങളും അതോടെ അവസാനിക്കും. അങ്കിൾ, വേണ്ട. വരാനിരിക്കുന്ന അപകടങ്ങളെ നമ്മൾ തന്നെ വിളിച്ചു വരുത്തുന്നത് പോലെ ആകും അത്. നിങ്ങളാരും പേടിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. സർപ്പയാഗം നടത്തുന്നത് കൊണ്ട് ആർക്കും ഒരു ദോഷവും ഉണ്ടാവാൻ പോകുന്നില്ല. ബാബ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നല്ലതിന് വേണ്ടി തന്നെ ആയിരിക്കും. എനിക്ക് സമ്മതമാണ്. നീ മാത്രമല്ല, എല്ലാവരും സമ്മതിച്ചാൽ മതിയാവും. സമ്മതിക്കണം. നമുക്ക് ശല്യമുണ്ടാക്കുന്ന സർപ്പങ്ങളെ കൊല്ലുകയല്ലാതെ നമുക്ക് വേറെ ഒരു വഴിയുമില്ല. ഇതോടെ സർപ്പങ്ങളുടെ സർവനാശമായിരിക്കും. ഹായ്, ഇത്തിരി ലേറ്റായി. ഐ എം സോറി. സാരയില്ല. ഞാൻ വിളിച്ച ഉടനെ വന്ന് പ്രത്യക്ഷപ്പെടാൻ നീ എന്താ ശക്തിമാനാണോ? നിനക്കും സമയമെടുക്കുമല്ലോ വരാൻ. അതെനിക്ക് മനസ്സിലാവും. എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ നിന്നുകൊണ്ട് തന്നെ പറയണോ? എനിക്ക് പറയാനുള്ളത് നമുക്ക് നടന്ന് സംസാരിച്ചാൽ നിനക്ക് കുഴപ്പമുണ്ടോ? എനിക്ക് കുഴപ്പമൊന്നുമില്ല. നമുക്ക് നടക്കാം. ചേട്ടൻ മരിച്ചപ്പോ മുതൽ വീട്ടിൽ ഒരു സമാധാനവും ഇല്ല. ഒരാളുടെ മുഖത്ത് ചിരിയും കാണുന്നില്ല. ചിലരൊന്നും സംസാരിക്കാറേ ഇല്ല. എനിക്ക് വളരെ വിഷമം തോന്നും അതൊക്കെ കാണുമ്പോ. അതാ നിന്നെ വിളിച്ചത്. നിന്നോട് ഇതൊക്കെ പറയുമ്പോ എനിക്ക് കുറച്ച് സമാധാനം കിട്ടും. എന്താ നിങ്ങളുള്ളപ്പോഴെന്ന് ചോദിക്കുന്നില്ലേ? എന്തിന്? ശരി, വാ. ശരി. നീ എന്താ നടക്കാത്തെ? അല്ല അജിത്, നിങ്ങൾ കൂടെയുള്ളപ്പോ ഒരു പെണ്ണ് സന്തോഷമാണെന്ന് പറയുമ്പോ ഇങ്ങനെയാണോ റിയാക്ട് ചെയ്യുന്നത്? പിന്നെ എങ്ങനെ വേണം? ഈ പൊട്ടനോടാണല്ലോ ദൈവം ഇത്ര നേരം ഞാൻ സംസാരിച്ചത്. സോറി. നീ എന്താ ഉദ്ദേശിച്ചെന്ന് സത്യമായിട്ട് എനിക്ക് മനസ്സിലായില്ല. എടാ പൊട്ട, നീ എപ്പോഴും എന്റെ കൂടെ വേണമെന്നാ ഞാൻ പറഞ്ഞത്. എന്റെ ഇഷ്ടങ്ങളൊക്കെ നിന്നോട് പറയണമെന്ന് എനിക്ക് തോന്നും. എന്റെ മനസ്സിൽ എന്തൊക്കെയോ തോന്നുന്നുണ്ട്. എന്ത് പറ്റി? സുഖമില്ലേ? ഒന്ന് വെച്ചു തരും ഞാൻ. എല്ലാം അറിഞ്ഞിട്ട് നീ വെറുതെ കളിക്കാൻ നിൽക്കുവാണോ? ഇല്ല. അതെ. നോക്ക്, എനിക്ക് ഒരുപാട് ചുറ്റി വളച്ച് സംസാരിക്കാൻ അറിയില്ല. പറയാനുള്ളത് ഞാൻ മുഖത്തടിച്ചു പറയും. അതിപ്പോ എന്തായാലും. ഐ എം ഇൻ ലവ് വിത്ത് യു. I love you, Ajit.